അസഹിഷ്ണുതയും വിദ്വേഷവും വർദ്ധിച്ചു വരുന്ന കാലത്ത് ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം ഏറെ പ്രസക്തമാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഗുരു ലോകത്തിന് നൽകിയത് എല്ലാവരും ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണെന്ന സന്ദേശമാണെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു. ശിവഗിരി മഠം വത്തിക്കാനിൽ സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിലായിരുന്നു മാർപ്പാപ്പയുടെ പ്രതികരണം. ഗോപാൽ ശിലാസനൽ വിവരങ്ങൾ നൽകും. ഗോപാൽ, വത്തിക്കാനിലാണ് സർവമത സമ്മേളനം പുരോഗമിച്ചു വരുന്നത്. മാർപ്പാപ്പയുടെ പ്രതികരണം എന്താണ്? വത്തിക്കാനിൽ നടക്കുന്ന സർവമത സമ്മേളനം ശ്രീനാരായണ ഗുരു ആലുവയിൽ 100 വർഷം മുൻപ് സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ചാണ് നടക്കുന്നത്. 3 ദിവസത്തെ സർവമത സമ്മേളനത്തിൽ ലോക മത പാർലമെന്റിനും ഇന്നലെ തുടക്കമായി. ആ ചടങ്ങിൽ ആശീർവാദ പ്രഭാഷണം നടത്തിക്കൊണ്ടാണ് പ്രധാനപ്പെട്ട ശ്രീനാരായണ ഗുരുവിനെ അനുസ്മരിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ സംസാരിച്ചത്. ശ്രീനാരായണ ഗുരു തന്റെ ജീവിതം സാമൂഹികവും മതപരവുമായ ശാക്തീകരണത്തിനായി സമർപ്പിച്ച വ്യക്തിയാണെന്നും വംശമോ മതപരമോ സാംസ്കാരികമോ ആയ പാരമ്പര്യങ്ങളെ കണക്കിലെടുക്കാതെ എല്ലാ മനുഷ്യരും ഒരു കുടുംബത്തിന്റെ അംഗങ്ങളാണ് എന്ന തരത്തിലായിരുന്നു അദ്ദേഹം സന്ദേശം നൽകിയിരുന്നത് എന്നും മാർപ്പാപ്പ ആശീർവാദ പ്രഭാഷണത്തിൽ പറഞ്ഞു. ഒരു മനുഷ്യരും ഒരു തരത്തിലും വേർതിരിക്കപ്പെടരുത് എന്ന് അദ്ദേഹം ശക്തമായി ആവശ്യപ്പെട്ടു. അദ്ദേഹം ശക്തമായി ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്ത് വെറുപ്പും വിദ്വേഷവും പടർത്തുന്ന ഇന്നത്തെ കാലഘട്ടത്ത് അദ്ദേഹത്തിന്റെ സന്ദേശം വളരെ പ്രസക്തമാണെന്നും രാജ്യങ്ങൾക്കിടയിലും ജനങ്ങൾക്കിടയിലും സഹിഷ്ണുതയും വെറുപ്പിന്റെയും ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സന്ദേശത്തിന്റെ പ്രസക്തി വളരെ വലുതാണെന്നും അദ്ദേഹം ഈ ആശീർവാദ പ്രഭാഷണത്തിൽ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു. നാളെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചടങ്ങുകൾ 3ാമത്തെ ദിവസം 15 രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ മതങ്ങളെ പ്രതിനിധീകരിക്കുന്നവർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിവിധ മതങ്ങളിൽ നിന്നുള്ളവരുടെ എല്ലാ പ്രഭാഷണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ഉണ്ടാകും. വത്തിക്കാനിൽ പുരോഗമിച്ചു വരുന്ന സർവമത സമ്മേളനത്തിലാണ് മാർപ്പാപ്പയുടെ പ്രതികരണം. ശ്രീനാരായണ ഗുരു ലോകത്തിന് നൽകിയത് എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് എന്ന സന്ദേശമാണ് എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അവിടെ സംസാരിച്ചത്. വിവരങ്ങളാണ് ഗോപാൽ ശീലാസനൽ നൽകിയത്.